നോക്കാം. സംസ്ഥാനത്തും നാടും നഗരവും പുതുവർഷത്തെ വരവേൽക്കാനായി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഫോർട്ട് കൊച്ചിയിൽ പാപ്പാഞ്ഞിയെ കത്തിച്ചാണ് പുതുവർഷത്തെ വരവേൽക്കുക. വിപുലമായ ഒരുക്കങ്ങളാണ് കൊച്ചി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരുക്കിയിട്ടുള്ളത്. വിവരങ്ങളുമായി ഡാനി പോൾ കൊച്ചിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. ഡാനി, പതിവിൽ നിന്ന് വിപരീതമായി എല്ലാ തവണയും പാപ്പാഞ്ഞിയെ കത്തിക്കാറുള്ള മൈതാനിയിലല്ല ഇത്തവണ പാപ്പാഞ്ഞിയെ കത്തിക്കുന്നത് എന്നതൊഴിച്ചാൽ ബാക്കിയെല്ലാം അതിഗംഭീരമായി കൊച്ചിയിലെ വിവിധ ഭാഗങ്ങളിൽ ആഘോഷങ്ങൾ ഇന്ന് നടക്കുമല്ലേ? ആര്യ, കൃത്യമാണ്. കാരണം സാധാരണഗതിയിൽ നമ്മൾ പറയുന്നത് ഫോർട്ട് കൊച്ചിയിലെ പരേഡ് ഗ്രൗണ്ടിൽ നിന്നാണ്. ഈ സമയം നമ്മൾ പറയുന്നത് ഇതാ പുതുവത്സരം എത്താറായി എന്നെല്ലാം പറയുന്നു, പാപ്പാഞ്ഞി എരിയാറായി എന്നെല്ലാം പറയുന്നു. പക്ഷേ ഇത്തവണ അതിൽ മാറ്റമുണ്ട് എന്നത് മാത്രമാണ് ഇതിലുള്ള ഒരു മാറ്റം. അതിൽ ഇത്തവണ നമ്മളുള്ളത് ഫോർട്ട് കൊച്ചിയിലെ വെളി ഗ്രൗണ്ടിലാണ്. ഈ കാണുന്ന പപ്പാഞ്ഞി അത് ഇത്തവണ അതിന്റെ ഒരു പ്രത്യേകത റിമോട്ട് കൺട്രോളിലാണ് അതിനെ എരിയിക്കുന്ന കാര്യം, തീ പടർത്തുന്ന കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതെന്നാണ്. അടുത്ത് പോയി തീ കത്തിക്കുന്നില്ല. നേരത്തെ എല്ലാം അതിന് നേരിട്ട് തീ കൊളുത്തുന്ന രീതിയിലെല്ലാമായിരുന്നു. അതിൽ മാറ്റമുണ്ട് എന്നതും ഒരു പുതുമയാണ്, കൗതുകമാണ്. എന്തായാലും അത് ചില കാരണങ്ങളാൽ മുൻ പ്രധാനമന്ത്രിയുടെ നിര്യാണത്തെ തുടർന്ന് വന്ന ദുഃഖാചരണം, അതിനെ തുടർന്ന് അത് മാറ്റിവെച്ചു. അല്ലെങ്കിൽ ഇവിടെയും ഫോർട്ട് കൊച്ചി മേഖലയിൽ 2 പപ്പാഞ്ഞിമാർ പുതുവത്സരത്തെ ആഘോഷിച്ച് നിന്ന് കത്തുമായിരുന്നു. ഏതായാലും അതൊന്നൊഴിവായിരിക്കുന്നു. ഇവിടെ ഫോർട്ട് കൊച്ചി ഇവിടെ വെളി ഗ്രൗണ്ടിലുള്ളത് ഈ പപ്പാഞ്ഞിയും ഏതാണ്ട് നിയമയുദ്ധത്തിലൂടെയാണ് അതിനെ കത്തിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കെല്ലാം തന്നെ എത്തിയത്. അതൊക്കെ എന്തൊക്കെയാലും ഇന്നിപ്പോൾ ആഘോഷങ്ങളുടെ ഒരു രാവിലേക്ക് കടക്കുകയാണ്. പുതുവത്സരാഘോഷത്തിലേക്ക് നീങ്ങും. നമുക്ക് കാണാം ഇവിടെ ഈ കാണുന്ന ഒരു ജനസംഖ്യ അതെങ്ങനെ രൂപപ്പെട്ടു വരികയാണ്. ഈ ഫോർട്ട് കൊച്ചിയുടെ ഒരു പ്രത്യേകതയും ഇതെല്ലാം തന്നെ ഇത് തന്നെയാണ്. കാരണം ഈ മേഖലയിലേക്കെല്ലാം തന്നെ വരുമ്പോൾ ഈ നൈറ്റ് ലൈഫ് എന്നെല്ലാം പറയുന്നത് നല്ല ആഘോഷപൂർവ്വം കൊണ്ട് നടക്കുന്ന ഒരു കാഴ്ചയാണ് ഉള്ളത്. നമ്മളിപ്പോൾ കാണുന്നത് ഒരു ആർപ്പുവിളികൾ ആഘോഷത്തോടുകൂടി പോകുന്ന ഒരു പ്രൊസഷൻ, ഒരു ചെറിയ പ്രദക്ഷിണം കാണുന്നുണ്ട്. അത് അവിടെയുള്ള മഴമരം അത് ദീപാലങ്കൃതമാണ്. അത് അല്പസമയത്തിനകം തന്നെ അത് തെളിയിക്കുകയും ചെയ്തു. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അത് ഈ ക്രിസ്മസ് ദിനത്തിൽ അല്ലെങ്കിൽ പുതുവത്സരത്തെ എല്ലാം തന്നെ എതിരേറ്റുകൊണ്ട് ആഘോഷിക്കുന്ന ഒരു കാര്യങ്ങളെല്ലാം തന്നെയാണ്. അവരെ ആദരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ആഘോഷമാണ് പോകുന്നത്. നമുക്ക് ചുറ്റും ഈ ആളുകൾ കൂടിക്കൊണ്ടിരിക്കുന്നത് ഫോർട്ട് കൊച്ചിയിലേക്ക് വരുമ്പോൾ, ഫോർട്ട് കൊച്ചിയുടെ ഈ പ്രത്യേകതകളിലേക്കെല്ലാം തന്നെ വരുമ്പോൾ നിറയുന്നതാണ്. കാരണം ഈ ദിവസത്തിന്റെ ഒരു ആഘോഷങ്ങൾക്ക് വേണ്ടി എത്തുന്നതാണ്. എവിടെ നിന്നാണ്? ഇവിടെ അടുത്തുള്ളതാണോ? പത്തനംതിട്ട. ഇവിടേക്ക് വന്നതാണോ? ന്യൂ ഇയർ ആഘോഷിക്കാൻ എങ്ങനെയാ പറഞ്ഞു കേട്ടിട്ടുള്ളത്? ഇവിടുത്തെ വായു നല്ല പൊളിയാണെന്നോ? അടിപൊളിയാ. ഇപ്പൊ മറ്റേ പുള്ളി മരിച്ചത് കാരണം മാറ്റി വെച്ചിട്ടുണ്ടാവും. ഇപ്പൊ ഇവിടെ വെളി നടത്തുമെന്നാ പറഞ്ഞിരിക്കുന്നത്. ആദ്യമായിട്ട് വരിക. വന്നത് ഇവിടെ ട്രെയിൻ വന്ന് നാളെ പോകും. ഇതേപോലെ ഈ ആഘോഷങ്ങളിലേക്ക് എത്തിയത് പത്തനംതിട്ടയിൽ നിന്നെല്ലാമാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എത്രത്തോളം കൊച്ചി അതിന്റെ ഒരു ആഘോഷങ്ങളിലേക്ക് മറ്റുള്ളവർ പങ്കാളികളാകുന്നു എന്നതെല്ലാം തന്നെയാണ് വന്നിരിക്കുന്നത്. ഹലോ, ഇവിടെ അടുത്തുള്ളതാണോ? അല്ല, ഞാൻ യുകെയിലാണ് ഹോളിഡേസിന് വന്നത്. അപ്പം പാപ്പാഞ്ഞിയെ കത്തിക്കുന്നതാണ്. പാപ്പാഞ്ഞിയെ കത്തിക്കുന്നതാണ്. എവിടെ? സ്വദേശം എവിടെയാണ്? കോതമംഗലം. അതെ അതെ, ഇപ്പൊ വന്നോളൂ. എങ്ങനെയുണ്ട് ഒരു മൂഡ്? എങ്ങനെയുണ്ട് ഇവിടെ വന്നതിന് ശേഷം? നല്ലൊരു അറ്റ്മോസ്ഫിയർ. പപ്പാഞ്ഞിയെ കത്തിച്ചു കഴിഞ്ഞിട്ട് പോകുന്നു. പാപ്പാഞ്ഞിയെ കത്തിക്കുന്നിടം വരെ നോക്കണം, വെയിറ്റ് ചെയ്യുക. ഞാൻ ആലുവ. ഞങ്ങള് ഫ്രണ്ട്സാണ്, തിക്ക് ഫ്രണ്ട്സ്. ഒരു പുതുവത്സരത്തിന്റെ ഒരു ആഘോഷങ്ങളാണ്. അതെ അതെ അതെ, ന്യൂ ഇയറിന്റെ ഒരു സെലിബ്രേഷൻ. ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അപ്പൊ ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാൻ. എന്തായാലും ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ആണോ? തൊട്ടടുത്തുള്ളതാണ്. എങ്ങനെയുണ്ട്? പതിവ് സ്ഥലത്ത് ഇത്തവണ പപ്പാഞ്ഞിയെ കത്തിക്കുന്നില്ല, ഇവിടെയാണ് ഇന്ന് ആഘോഷം. വേണമല്ലോ, കൊച്ചിക്കാരുടെ നാടിയിരിപ്പല്ലേ വരും. 31 പപ്പാഞ്ഞിനെ കത്തിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മള് ഇന്നിപ്പോ മൻമോഹൻ സിംഗ് മരിച്ചതുകൊണ്ട് നമ്മുടേതായിട്ടുള്ളൊരു വൈബ് കളയാൻ പാടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കൊച്ചിക്കാർ ഇത് ആഘോഷിച്ചിരിക്കും. കൊച്ചിക്കാര് എവിടെ ഉണ്ടെങ്കിലും അവിടെ ന്യൂ ഇയർ ആഘോഷിച്ചിരിക്കും കൊച്ചിക്കാര്. അടിപൊളിയാണ്. ഹാപ്പി ന്യൂ ഇയർ. വലിയ ആഘോഷങ്ങളിലേക്കെല്ലാം തന്നെ നീങ്ങുകയാണ്. കൊച്ചിയിലേക്ക്, ഈ പരിസരത്തിലേക്കെല്ലാം തന്നെ
വലിയ ആഘോഷങ്ങളുമായിട്ട് ആളുകൾ എത്തുന്നു. അവിടെ ഈ മഴമരം എന്ന് വിശേഷിപ്പിക്കുന്ന മരം അത് ഇപ്പോൾ നോക്കുക, അത് ദീപാലങ്കൃതമായിരിക്കുന്നു. അത് മുഴുവൻ ലൈറ്റുകളും എല്ലാം തന്നെ അവിടെ തെളിഞ്ഞിരിക്കുന്നു. എത്ര സുന്ദരമായ ഒരു കാഴ്ചയാണെന്ന് നോക്കുക. അല്പസമയത്തിനകം തന്നെ നമുക്ക് അവിടേക്ക് പോകാം. ഏതായാലും ഇവിടെ നിന്ന് കാണുമ്പോൾ ഈ വെളി ഗ്രൗണ്ടിന്റെ മൈതാനത്തിന്റെ ഏറ്റവും അവസാന ഭാഗത്തായിട്ടാണ് ആ മരം അങ്ങനെ കുട നിവർത്തി നിൽക്കുന്നത് പോലുള്ള കാഴ്ച. നീല ബൾബുകൾ മുഴുവനായിട്ട് അത് തെളിഞ്ഞിരിക്കുന്നു. അതിനിടയിൽ വെള്ളി നക്ഷത്രങ്ങൾ പോലെ തിളങ്ങുന്ന നക്ഷത്രങ്ങൾ. അങ്ങനെ സുന്ദരമായൊരു കാഴ്ചയാണ് ഫോർട്ട് കൊച്ചിയുടെ ഇപ്പോൾ വരുന്നത്. ആഘോഷങ്ങളുടെ ഒരു തെളിമയും തനിമയും എല്ലാം നിറയുന്ന ഒരു ദൃശ്യങ്ങളാണ് നമ്മൾക്ക് കാണുന്നത്. ആഘോഷങ്ങളിലേക്ക് സന്തോഷപൂർവ്വം നടന്നെടുക്കുന്ന ഒരു ജനതയുടെ പരിച്ഛേദമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. തീർച്ചയായും ഡാനി സൂചിപ്പിച്ചതുപോലെ തന്നെ ആഘോഷങ്ങളുടെ ഒരു കേന്ദ്രം. ന്യൂ ഇയർ ആഘോഷം എന്ന് പറഞ്ഞാൽ അത് കൊച്ചിയിലെ ആഘോഷമാണ്. മിക്കവാറും മലയാളികൾക്കെല്ലാം നമ്മൾ തന്നെ ഇപ്പോൾ സ്ക്രീനിൽ കണ്ടു, പത്തനംതിട്ടയിൽ നിന്നും അങ്ങനെ പല ഭാഗത്തു നിന്ന് ആളുകൾ അവിടേക്ക് ഒത്തുചേരാറുള്ളത് പതിവ് കാഴ്ചയാണ്. പക്ഷേ ഈ പരേഡ് ഗ്രൗണ്ടിൽ ഈ പാപ്പാനിയെ കത്തിക്കുന്നില്ല എന്നുള്ള വാർത്തയൊക്കെ നേരത്തെ വന്നതുകൊണ്ട് അതുപ്രകാരമുള്ള ഒരു തിരക്ക് കുറവുണ്ടോ ഇത്തവണ? ഈ വെളി മൈതാനത്ത് പരേഡ് ഗ്രൗണ്ടിൽ സാധാരണ കാണാറുള്ളത് പോലെയുള്ള തിരക്ക് ഇത്തവണ ഉണ്ടോ അവിടെ? ഡാനി പോളാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. ഡാനി ഉള്ളത് കൊച്ചിയിലെ വെളി മൈതാനത്താണ്. അവിടെയാണ് ഇത്തവണ ന്യൂ ഇയർ ആഘോഷങ്ങൾ, പപ്പാഞ്ഞിയെ കത്തിക്കുന്നതടക്കമുള്ള വലിയ വിപുലമായ ആഘോഷങ്ങൾ നടക്കുന്നത്. അവിടേക്ക് ഇപ്പോൾ ആളുകൾ ഒഴുകിയെത്തുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. നമുക്കറിയാം മൻമോഹൻ സിംഗിന്റെ മരണവുമായി ബന്ധപ്പെട്ട്, മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പരേഡ് ഗ്രൗണ്ടിലെ ആഘോഷങ്ങൾ നേരത്തെ റദ്ദാക്കിയിരുന്നു. എന്നാൽ